guys, so welcome back to my YouTube channel. So ഇന്ന് നമ്മൾ പതിവ് പോലെ ബാംഗ്ലൂരിൽ പോകാമെന്ന് വിചാരിച്ച് ഒരു ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം വരെയാണ് ഈ ആഴ്ച. സോ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ജയനഗറിലോട്ടായിരിക്കും. അവിടെ നല്ലതുണ്ടെന്നാണ് നമ്മുടെ ആലിയ പറയണത്. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ കാണാൻ ഉണ്ടോ അവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് കളർ കോഡൊക്കെ ഉണ്ട്. എന്താ റോയൽ ബ്ലൂ എന്നൊക്കെ അങ്ങനെയൊക്കെയാണ്. സോ അതിവിടെയൊക്കെ നോക്കിയിട്ട് കിട്ടാനില്ല. ട്രെൻഡ്സ്, അൺലിമിറ്റഡോ അങ്ങനെ കുറേ കടയിലൊക്കെ കയറി പോയി എന്നിട്ട് കിട്ടിയില്ല. സോ നമ്മൾ വിചാരിച്ചിരി സ്ട്രീറ്റ് ഷോപ്പിംഗ് അവിടെ നിന്ന് കിട്ടുമെന്നാണ് ആര്യ പറയണത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നടന്ന് ബേക്കറിയിലെത്തിയിട്ടുണ്ട്. പോയെ സോ നമ്മൾ നമ്മുടെ ബാക്കി ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ വിചാരിച്ചത് ആദ്യമായിരിക്കും ഏറ്റവും ലേറ്റായിട്ട് റെഡി ആവണമെന്നാണ്. പക്ഷെ അതിൽ ആ റെക്കോർഡ് തകർത്തിരിക്കുന്നു. നമ്മളൊരു ഫ്രണ്ട് രാജഗോപാലാണ് ഏറ്റവും ലേറ്റായിട്ട് റെഡി ആവുന്നത്. ഞാൻ കാണിച്ചു തരാം അവരെയൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നലെ ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് ഒരുമിച്ച് കഴിച്ചായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക്. സോ നമ്മൾ വിചാരിച്ച് ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കാൻ നിന്ന്. സോ നമ്മൾ ബന്നാണ് കഴിക്കണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആളാണ്. ഇതാണ് റെക്കോർഡ് തകർത്തിരിക്കുന്നത്, ആര്യയുടെ റെക്കോർഡ്. സോ എല്ലാം സെറ്റായി. പിന്നെ നമുക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നു ബാക്കിലിരിക്കുന്നവർക്ക്. അങ്ങനെ ചീപ്പിന് ഇവിടെ ഹെൽമെറ്റ് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ പോയി ഹെൽമെറ്റ് വാങ്ങി. ഇതാണ് ഹെൽമെറ്റ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഹെൽമെറ്റ് വെക്കണത്. എനിക്കിത് വെച്ചപ്പോൾ ഇങ്ങനെ കോൺട്രാക്റ്റ് പണിക്കാർ ആ ഒരു വൈബാണ് എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂരിൽ ഇങ്ങനെ ബൈക്കിലൊക്കെ പോണത്. അത് വേറൊരു വൈബായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയണത് കുറച്ചും കൂടെ ടാൻ അടിക്കാം, അത്രേ ഉള്ളൂ. സോ നമ്മൾ ജയനഗറിലെത്തി. ഇവിടെ കടയൊക്കെ തുറന്ന് വരണതേ ഉള്ളൂ. കൊള്ളാം, കണ്ടിട്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫേസിലൊക്കെ പൊടിയായി, ഡസ്റ്റ്. വിഭുവിന്റെ കാലില് കാക്ക അപ്പിട്ടുകൊടുത്ത് അടുത്തെന്റെ തലയിലേക്ക്. മധുരയിലെ ടാൻ കളയാന്ന് വിചാരിക്കുമ്പോൾ അതൊന്ന് കുറച്ച് കുറഞ്ഞതായിരുന്നു. ഇനിയിപ്പോൾ ബാംഗ്ലൂരിലെ വെയിലും കൂടെ അടിക്കുന്നുണ്ട്. സോ നമ്മൾ വിചാരിച്ച് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ഷോപ്പിംഗ് തുടങ്ങാമെന്ന്. അങ്ങനെ ഏത് കടയിലാണ് കയറിപ്പോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ നമ്മൾ ജയനഗറിൽ കണ്ടൊരു കടയിൽ കയറിപ്പോയി. അപ്പം ഞാൻ അവിടെ കണ്ടൊരു കാഴ്ചയാണ് ഇങ്ങനെ ട്രെയിൻ പോലെ ഇങ്ങനെ കുറേ പാത്രങ്ങളായിട്ട് പോണത്. പിന്നെ 2 കോഫിയും 2 ചായയൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് അതൊക്കെ കുടിച്ചു. ഇന്നത്തെ വ്ലോഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരിക്കും? അല്ല, ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് shopping we can see many girls Diwali time. We can see many girls coming for shopping. There is no collection for boys, but there will be many collection of girls. Amma not the point. പെണ്ണ് കെട്ടിക്കാറായി. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി നമ്മുടെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്ന ഒരു 95% കടയിൽ നമ്മൾ ഇത്തവണ കവർ ചെയ്തിട്ടുണ്ട്. ജയനഗർ ഇത്രയും അടിപൊളിയായിട്ട് കവർ ചെയ്തത് ഇത് ആദ്യമായിട്ടാണ്. ലൈക്ക് നമുക്ക് കളർ കോഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന്. അപ്പോൾ ആ ഡ്രസ്സ് തന്നെ, ആ കളർ തന്നെ വേണമെന്നും പറഞ്ഞ് ഞാൻ അവിടെയുള്ള എല്ലാ കടയിലും കയറി. സോ പിങ്കാണ് ഞാൻ ആദ്യം നോക്കിക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഈ മഞ്ഞ കണ്ട്. മഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ കളറ് കോഡില്ലാതെ ആ മഞ്ഞ എടുത്താലോ എന്ന് വരെ ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ച് അവസാനം അതേ സെയിം ഡിസൈനിൽ പറഞ്ഞ പിങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ കളർ കോഡും.
എന്നിട്ട് എനിക്ക് മഞ്ഞ വെക്കാനേ മനസ്സില്ല, 2 എടുത്താലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ച് അവസാനം ഞാൻ ആ പിങ്ക് എടുത്ത്. ഇത് പിന്നെ വേറെ കടയിൽ പോയിട്ടും വേറൊരു പിങ്ക് കിട്ടിയപ്പോൾ പിന്നെയും ഞാൻ അതെടുത്ത് വെച്ച് നോക്കണതാണ്. ഇതൊന്നും എടുക്കാൻ പോണില്ല, ചുമ്മാ എനിക്ക് ഒരു ഷോ, ഒരു കൈൻഡ് ഓഫ് ഷോ. അവിടെ ഉള്ള എല്ലാം വാരി വലിച്ചിടും, അതൊക്കെ തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഒരു ചപ്പൽ വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പിടിച്ചോണ്ട് നിൽക്കുന്ന ആ സംഭവം, അത് നമ്മളിങ്ങനെ കണ്ടതും നമുക്കൊരു സ്പാർക്ക് അടിച്ചിട്ട് നമ്മൾ എടുത്തതാണ്. ഇതിൻ്റെ പല വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഗോൾഡൻ വരുന്ന ആ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. അതായത് 300 റുപ്പീസാണ് വരുന്നത്. അതിനിടയ്ക്ക് വിഷയത്തിൽ നിന്നും തെന്നി മാറി ആദ്യം എന്തെന്നൊക്കെയോ പൊക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, എസ്തെറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും എടുത്തിട്ടില്ല. ഇതാ ഈ ജിമിക്കി. അങ്ങനെ എന്തൊക്കെയോ നോക്കി, എന്തൊക്കെയോ വാങ്ങി, ഏതൊക്കെയോ ജിമിക്കി. ഞാൻ എടുത്ത് കാണിച്ചതൊന്നുമല്ല വാങ്ങിയത്, വേറെ എന്തൊക്കെയോ വാങ്ങി. പിന്നെ അവിടെ പോയി അവിടെ എല്ലാം തൃപ്തികരമായിട്ട് വേറെ റോയൽ ബ്ലൂ കളർ എനിക്ക് വേണമായിരുന്നു. അത് കിട്ടാത്തതുകൊണ്ട് ട്രെൻഡ്സിലും കയറിപ്പോയി. ട്രെൻഡ്സിലും അവിടെ നിന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ തളർന്ന് അവശയായി. പിന്നെ ഒരു പോക്ക് പോണതല്ലേ, മിനിസോ അവിടെ എവിടെയോ കണ്ടിട്ട് ചുമ്മാ മിനിസോയിലും കയറിപ്പോയി. ചുമ്മാ എന്താണ് അവിടെ കളക്ഷൻസ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു മാല, മീൻസ് എനിക്ക് മാല വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടതൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ അത് വാങ്ങിയില്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളൊരു കഫേയിൽ പോയി. നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുക്കണം, ഇത്രയും നേരം ഇങ്ങനെ അലഞ്ഞരഞ്ഞ് നടന്നുകൊണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കഫേയിൽ പോയി എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച്. चिली चीज ग्रिल मुत्तिया पड़ में நல்லா இல்லையா? और स्पाइसी पनीर और पनीर पेरी पेरी पनीर ग्रिल, चीज Peri peri paneer grill. चीज सैंडविच, then one cheesy fries, that is enough. What's your നോക്കട്ടെ നോർമൽ. സോ നമ്മൾ ബീബിപുരം സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ, ഈവനിങ് ആവും ഓപ്പൺ ചെയ്യാനായിട്ട്. already evening? ഇത് ഫുഡ് സ്പോട്ടാണ്. ഫുഡ് സ്പോട്ട്, Food spot. ഫുൾ ഫുഡാണ്. കുറച്ചും കൂടെ ഒന്ന് ലേറ്റ് ആയാൽ, ഈവനിങ് ആയാൽ ഇതൊക്കെ ഒന്ന് ആക്റ്റീവ് ആവുള്ളൂ. നമുക്ക് ഇവിടെ ഒരു പ്രത്യേക വ്ളോഗ് എടുക്കാം ഒരു ദിവസം വന്നിട്ട്. ചില്ലി I was in one for thought. I got this for thought. ടേസ്റ്റ് ചെയ്യൂ. Quantity. Scam. Scam. We got scam. I got scammed. What is taste? Taste ഗുഡാ. ಮಾತು ಚೂಡು ಚೀಸ್ ಸೂಡಾಯಿರು ചൂട് ಚೀಸ್ ಸೂಡಾവും ಸೊನ್ನೆಲ್ಲ ಓಕೆ മണക്ക് ಹೌ ಮಚ್ ലിപ്സ്റ്റിക്ക് ഇപ്പം ബ്രൗൺ കളറായി. grandfather scammed us. Hey Mona.
മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. ഞാൻ ഇത്രയും വൃത്തികെട്ടൊരു മാർക്കറ്റ് കണ്ടിട്ടില്ല. എനിക്കറിഞ്ഞൂടെ സഫോക്കേഷൻ പറഞ്ഞ് എന്തോന്നടി ഇത്? ഫോൺ കൊണ്ടുപോകുന്നുണ്ടോ? എന്നാ ബാക്കി വ്ലോഗ് അയാൾ കണ്ടില്ലേ? പോയി പണിയെന്നെ നോക്കിക്കോ. ഇത്രയും തിരക്കുള്ള ഒരു മാർക്കറ്റ് ഞാൻ കണ്ടിട്ടില്ല. വീഡിയോ എടുക്കുന്നു. നമ്മൾ ചിപ്പേട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, എനിക്ക് ട്രോമ വന്നു പോയി. നമ്മൾ ഒരു കടയിൽ കയറി. എനിക്ക് അവിടുത്തെ തിരക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞൂടാ. നമ്മൾ കണ്ടം വഴി ഓടിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ നേരെ ഹൊസൂറിലോട്ട് വിട്ട് അതാ നമ്മുടെ ഫ്രണ്ട് രാജയ്ക്ക് ഡ്രസ്സ് എടുക്കണമെന്നുണ്ടായിരുന്നു ദീപാവലിക്ക്. സോ അങ്ങനെ അവൻ്റെ കാര്യം ഇങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സ് എടുത്ത് പിന്നെ കറങ്ങി തിരിഞ്ഞ് എനിക്ക് റോയൽ ബ്ലൂ കളർ ഒരു ഡ്രസ്സ് കൂടി വേണമായിരുന്നു. അങ്ങനെ അവിടെ പോയപ്പം ട്രെൻഡ്സിൽ പോയപ്പോഴേക്കും പണ്ടെങ്ങാണ്ടോ കണ്ട റോയൽ ബ്ലൂ കളർ ഔട്ട്ഫിറ്റ് നമുക്ക് കിട്ടി. പാണ്ടാന്റെ സ്റ്റിക്ക് മതിയാണ്. ആക്റ്റീവായല്ലോ, ഉറക്കം മാറിയാ? ഉറക്കം മഹായിയേക്കാം. സോ ഇത് അടുത്ത ദിവസമാണ്. പിന്നെ എനിക്ക് കമ്മലും മാലയും മാച്ചിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നാച്ചുറൽസിൽ പോയി ഒരുപാട് ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ക്ലീനപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നേരെ ദർഗയിൽ പോയി നമ്മുടെ ഫേവറേറ്റ് ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിച്ച്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.